ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഡെനക്സ് ഓഡിയോയുടെ പുതിയൊരു ആംപ്ലിഫയറാണ്. അതായത് ഡോൾബി ഡി ടി എസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 5.1 ആംപ്ലിഫയറാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതായത് നമ്മൾ നോർമൽ ചെയ്യുന്നതിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു 5.1 ആംപ്ലിഫയർ. ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ ആണെങ്കിൽ നമ്മൾ രണ്ട് സൈഡിൽ രണ്ട് നോബ് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലെ നോബ് നമ്മുടെ ഇൻപുട്ട് സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനും മാനുവലി റിമോട്ടിലുള്ള എല്ലാ ഫംഗ്ഷനും നമുക്ക് ഈ എൻകോഡർ വെച്ചിട്ട് നമുക്ക് ഒരുമാതിരി യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമ്മളൊരു സബ് ഓഫറിൻ്റെ ഒരു വോളിയം കൺട്രോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻട്രലായിട്ട് ഫ്യൂടെക്കിൻ്റെ ഡോൾബി ഡി ടി എസും HDMI സപ്പോർട്ട് ചെയ്യുന്ന കിറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു USB സോക്കറ്റ്. ഇത്രയുമാണ് ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈനിലേക്ക് വരുന്നത്. നമ്മൾ ഒരു ഡിഫറെൻ്റ് ആയിട്ട് അക്രിലിക് പാനലിൽ തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിലേക്ക് നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് ആമസോൺ ഫയർ സ്റ്റിക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് 3 HDMI ഇൻപുട്ടും ഒരു ARC ഔട്ടും ഉള്ള ഫ്യൂടെക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡോൾബി DTS പ്ലസ് സപ്പോർട്ട് ചെയ്യുന്ന കിറ്റാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 3 HDMI ഇൻപുട്ടും ഒരു ARC ഔട്ടും ARC ഇൻപുട്ടും അതുപോലെ തന്നെ 2 ഒപ്റ്റിക്കൽ 2 കൊയാക്സിൽ 2 ഓക്സ് വരുന്നുണ്ട്. പിന്നെ 6 ചാനലിൻ്റെ സ്പീക്കർ ഔട്ടിന് വേണ്ടി നമ്മൾ ബനാന സോക്കറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ പവർ സോക്കറ്റ് അതുപോലെ തന്നെ ഓണോ സ്വിച്ച് ഫാനിൻ്റെ ഒരു പ്രൊവിഷൻ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡിലും നമ്മൾ അക്രിലിക് പാനലിൽ തന്നെയാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ റിമോട്ടിലേക്ക് നോക്കുവാണെങ്കിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള റിമോട്ടാണ് നമുക്കിതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത്. നമുക്കിതിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനും ഓരോ ചാനലിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് മ്യൂട്ട് ചെയ്യാനും മൾട്ടിപ്പിൾ ആയിട്ട് ഓപ്ഷൻസ് ഉള്ള ഒരു ക്വാളിറ്റി ആയിട്ടുള്ള റിമോട്ടാണ്. ഇതിനകത്ത് പല ഓപ്ഷൻസുകളുണ്ട്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ റിമോട്ട് കിറ്റിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ആംപ്ലിഫയറിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം ട്രാൻസിസ്റ്ററാണ്. അതായത് 4 ohmസിൽ 100 വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചാനലിനായിട്ട് 6 ഇഞ്ചിൻ്റെ 4 ohmസിൻ്റെ ഏത് സ്പീക്കർ നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ സബിനാണെങ്കിൽ 250 വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ കുമാറിൻ്റെ 4 ട്രാൻസിസ്റ്റർ ബോർഡാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 1300ൻ്റെ JBL അല്ലെങ്കിൽ പൈനീറോ ഏത് വേണമെങ്കിലും നമുക്കിത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കിറ്റിലേക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഫ്യൂടെക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡോൾബി DTS സപ്പോർട്ട് ചെയ്യുന്ന കിറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ കിറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ കാരണമുണ്ട്. കാരണം എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ സർവീസ് ചെയ്തെടുക്കാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കിറ്റ് വെച്ച് ഈ ആംപ്ലിഫയർ ചെയ്യാൻ തന്നെ കാരണം. പിന്നെ ഇതിൻ്റെ ട്രാൻസ്ഫോമറിലേക്ക് നോക്കുകയാണെങ്കിൽ ട്രാൻസ്ഫോമർ നമ്മൾ ഈ പ്രാവശ്യം എടുത്തിരിക്കുന്നത് ഈക്കോർ ട്രാൻസ്ഫോമറാണ്. അതിൻ്റെ കൂടെ സബ് ഫിൽറ്റർ അതുപോലെ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷന് സോഫ്റ്റ് സ്റ്റാർട്ടർ എല്ലാം കൂടെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളൊരു 3 HDMI ഇൻപുട്ട്, ഒരു ARC ഇൻപുട്ട്, അതുപോലെ തന്നെ ARC ഔട്ട്, ഒപ്റ്റിക്കൽ, കൊയാക്സിൽ, USB, ബ്ലൂടൂത്ത് അങ്ങനെ മൾട്ടിപ്പിൾ ഇൻപുട്ട് കൊടുത്തിട്ട് ഒരു യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു AVR ആണ്. ഇപ്പം നിലവിൽ ഈ ഫ്യൂടെക്കിൻ്റെ ഈ കിറ്റ് മാത്രമേ നമുക്ക് ഈ ഡോൾബി DTS പ്ലസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ സർവീസും കിട്ടുന്നത് ഈ ഒറ്റ കിറ്റിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ AVR ചെയ്യുമ്പോൾ ഈ കിറ്റ് ഉപയോഗിക്കാൻ തന്നെ കാരണം. എന്തായാലും നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിലൊക്കെ ഞാൻ വീഡിയോയുടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് റീൽസിൻ്റെ അകത്ത് ഞാൻ ഇതിൻ്റെ ചെക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കേട്ടാൽ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാകുന്നുള്ളൂ. അപ്പോൾ പുതിയൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.